എല്ലാവരും അവരവരുടെ കുടുംബക്കാരും വീട്ടുകാരെയും അമ്മേൻ്റെയും അച്ഛനെ അടിക്കുമ്പോൾ ഞാൻ അടിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കലാകാരൻ എന്ന് അറിയപ്പെടുന്ന മണിച്ചേട്ടൻ്റെ ടാറ്റുവാണ് ഞാൻ എൻ്റെ കൈ ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് മീനങ്ങാടി പാലക്കാമൂല മാനികാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ശരത്തിൻ്റെ വീട്ടിലാണുള്ളത്. ശരത്തിനെ ഒരു പക്ഷേ നിങ്ങൾ അധികം കേട്ടിരിക്കാനും കണ്ടിരിക്കാനൊന്നും സാധ്യതയില്ല. പക്ഷേ ശരത്ത് നമ്മളുടെ ഇടയിലൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ശരത്ത് ജീവിക്കുന്നത് പ്രത്യേകമായ ഒരു ആരാധന കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കലാഭവൻ മണിനെ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ പുള്ളി ദൈവത്തെങ്കിൽ അടുത്തു എന്ന് വേണം പറയാൻ. ഒരിക്കലും പെട്ടെന്ന് മരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു മണിച്ചേട്ടൻ. പക്ഷേ മണിച്ചേട്ടൻ ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് മണിച്ചേട്ടൻ നമ്മളെ അടുത്തൊക്കെ പോയി മറഞ്ഞു. പക്ഷേ മണിച്ചേട്ടനെ ആരാധിക്കുന്ന എന്നെപ്പോലുള്ള അല്ലെങ്കിൽ ശരത്തിനെ പോലുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്ത്, ഈ ഭൂമി മലയാളത്തിലുണ്ടെന്ന് വേണം പറയാൻ. മലയാളികൾ എവിടെ പോയാലും എന്നും മണിച്ചേട്ടൻ്റെ ഇമ്പമുള്ള പാട്ടുകൾക്കായിട്ട് കാതോർക്കുകയും ആ പാട്ട് പല പ്രാവശ്യം കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. മണിച്ചേട്ടൻ്റെ ഇമ്പമുള്ള പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുകയും അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മണിയേട്ടൻ്റെ പാട്ടുകൾ. ഇപ്പോഴും ചാലക്കുടിയിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം മണിയേട്ടനെ ഒരു തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ ഞാനും കാണുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ ആ കടയിൽ ബൈ ചാൻസിൽ കയറുന്നത്. പക്ഷേ എന്നിരുന്നാലും പെട്ടെന്നാണെങ്കിലും അദ്ദേഹത്തിനെ കൂടെ കുറച്ച് ആളുകളുള്ള സമയമായിരുന്നിട്ട് പോലും ഒരു 3-4 മിനിറ്റ് നേരം ഞങ്ങൾ സംസാരിച്ചൊരു ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ മണിച്ചേട്ടൻ്റെ നീറുന്ന ഓർമ്മകളും നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് ശരത്ത് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നിറഞ്ഞാടാൻ വേണ്ടി പോവാണ്. ശരത്തിന് വയനാട് ജില്ലയിലത്തെ കുറേ നാടൻപാട്ട് ട്രൂപ്പുകളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്. അദ്ദേഹം ഉപജീവന മാർഗത്തിനായിട്ട് മീനങ്ങാടിയിലെ ഒരു പച്ചക്കറി കടയിലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ശരത്തിനെ വിളിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ശരത്തിന് ചെറിയൊരു പനി ആയതുകൊണ്ട് നമ്മൾ വന്നിട്ടില്ല. ഇന്ന് നമ്മൾ ശരത്തിൻ്റെ വീട്ടിലുണ്ട്. ശരത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. എൻ്റെ പേര് ശരത്ത്, വയനാട് മീനങ്ങാടി സ്വദേശിയാണ്. വീട് ഇരിക്കുന്ന ഭാഗം ഏകദേശം മീനങ്ങാടിയിൽ നിന്ന് 3.5 കിലോമീറ്റർ, മാനികാമ്പലം ക്ഷേത്രം പാലക്കുമല എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട് കൊഞ്ഞമ്പത്താണ്, കോളനിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ വർക്ക് ചെയ്യുക മീനങ്ങാടി ഒരു ഷോപ്പിൽ പച്ചക്കറി കടയിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ മണിച്ചേട്ടൻ്റെ ആരാധന എങ്ങനെയാണ് ഇത്ര മണിച്ചേട്ടനെ ഇഷ്ടപ്പെടാൻ കാരണം ചെറുപ്പം തൊട്ടേ നാടൻപാട്ടിനും കലാപരിപാടിയായുള്ളതും പല സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ കൂടെ പോയിട്ടുണ്ട്. വലിയൊരു വേദിയിലൊക്കെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. നാടൻപാട്ടിന് പോക്കുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരം ഒരു ടീമിൻ്റെ കൂടെ ദൃശ്യാലങ്കാരത്തിന് വേഷം കെട്ടാൻ വേണ്ടി പോക്കുണ്ട്. നാടൻപാട്ടും കലാരൂപങ്ങളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, കലാകാരനാണ് ഞാൻ. നമ്മളെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ, വയനാട്ടിൽ തന്നെ പറയുന്നത് വയനാടായാലും പുറത്തായാലും കൂടുതലും നാടൻപാട്ടും കലാപരിപാടിയായിട്ട് കണ്ടവൻ ആൾക്കാരുണ്ട്. ആരും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അറിയപ്പെടാറില്ല. അതേപോലെ അറിയപ്പെടണമെന്ന് വിചാരിച്ചില്ല, ഇഷ്ടം നാടൻപാട്ടിൻ്റെ ഒരു ആരാധന മൂത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. മണിച്ചേട്ടനെ ഇഷ്ടപ്പെടാൻ നാടൻപാട്ടിന് പോയിക്കൊണ്ടിരുന്ന കാലം തൊട്ട് മലയാളികൾക്ക് അറിയാലോ, കേരളത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന കലാകാരനാണ് മണിച്ചേട്ടൻ. ജീവിച്ച് കാണിക്കാൻ പറഞ്ഞാൽ മരിച്ച് ജീവിച്ച് കാണിച്ചൊരു വ്യക്തിയാണ് മൂപ്പര്. അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ നിസാരം ജീവിച്ച് കാണിച്ചൊരു വ്യക്തിയാണ് മണിച്ചേട്ടൻ. പിന്നെ നാടൻപാട്ട് ഇത്രയില്ലാത്ത കുട്ടികൾക്ക് നാടൻപാട്ട് ഇഷ്ടപ്പെടാത്ത ആരുമില്ല, നാടൻപാട്ട് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അതേപോലെ തന്നെ മണിച്ചേട്ടനെയും നാടൻപാട്ടിനെയും ജീവന തുല്യം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മണിച്ചേട്ടനുള്ള ആരാധന ചെറുപ്പം തൊട്ടേ അമ്പലത്തിലും ഭജനയ്ക്കൊക്കെ പോയിട്ടാണ് അങ്ങനെ പാട്ടിനോടുള്ള കമ്പം തുടങ്ങിയത്. എൻ്റെ ഏട്ടനും കൂട്ടുകാരന്മാരും എല്ലാവരും കൂടെയുള്ള ഭജനയ്ക്ക് പോയിട്ടുള്ളതാണ് കമ്പം. നാടൻപാട്ടിനോടും അങ്ങനെയുള്ള ഭജനയും പാട്ടിനോടുള്ള കമ്പം തുടങ്ങിയത് അവിടെ നിന്നാണ്. പിന്നെ അതങ്ങനെ ശീലമായി. എല്ലാവിടെ പോയാലും നാടൻപാട്ട്, എവിടെ പോയാലും പാട്ട്, ഉത്സവപ്പറമ്പുകളിൽ പോയാലും പാട്ടുകൾ.
എല്ലാമൊക്കെ ഒരുവിധം എല്ലാം പാട്ടിലൂടെയാണ് ഇപ്പോൾ നാടൻ പാട്ടിനോടുള്ള അത്ര കമ്പം എല്ലാവരും വെച്ചിട്ടും കേട്ടിട്ടും പാടിയിട്ടൊക്കെയാണ് പാട്ടിനുള്ള കമ്പം കൂടിയത്. പിന്നെ ഇത്രയും നല്ല കുറേ നാടൻ പാട്ടുകൾ സമ്മതിച്ച വ്യക്തിയാണ് മണിച്ചേട്ടൻ. മണിച്ചേട്ടനെ ഒരിക്കലും നമ്മൾ മറക്കില്ല. ഇപ്പോഴും നമ്മളോട് ജീവിക്കുന്നുണ്ട്. എല്ലാ മലയാളികളോടും മനസ്സിലുണ്ട് മണിച്ചേട്ടൻ. മണിച്ചേട്ടനെ പറഞ്ഞാൽ നാടൻ പാട്ട് സമ്മാനിച്ച് എൻ്റെ അറിവിലേക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് മണിച്ചേട്ടൻ. നാടൻ പാട്ട് ഞാൻ മൂപ്പരിലൂടെയാണ് ഞാൻ കേട്ട് വളർന്നു വരുന്നത്. എൻ്റെ സമപ്രായക്കാരോടൊക്കെ അറിവിൽ അതിന് മുമ്പ് പല കലാകാരന്മാരും പാടിയിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിച്ച് അങ്ങനെ സെറ്റായി വരുന്ന കാലം തൊട്ട് ഞാൻ കേട്ട് വളർന്നത് മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടിലൂടെയാണ്. അതാണ് മണിച്ചേട്ടനുള്ള ആരാധിക്കാനുള്ളതും ഇപ്പോഴും സ്നേഹിക്കുന്നതിനും വണ്ടിയിൽ വരെ ബെൻ100 അടിക്കാനുള്ള കാരണം മണിച്ചേട്ടൻ്റെ ഒരു സ്നേഹം കൊണ്ടാണ് ഷർട്ടിൽ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, മണിച്ചേട്ടനുള്ള ആരാധന ഞാൻ ചാലക്കുടി പോയിട്ടുണ്ടായിരുന്നു. മരിപ്പ് കാണാൻ പോകുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതെന്നെ കൊണ്ട് സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടൊരു കൊറോണ ഇതൊക്കെ വെള്ളപ്പൊക്കം കാര്യങ്ങളും വന്ന് അവിടെയൊക്കെ പാടിയൊക്കെ കൂടെ നശിച്ചൊരു ടൈമിലാണ് എനിക്ക് അവിടെ പോയി എത്തിപ്പെടാൻ ഒരു സമയം കിട്ടിയത്. അപ്പോഴായിരുന്നു ഞാൻ പോയത്. പാടിയൊക്കെ വെള്ളം കയറി നശിച്ച ഒരു ടൈമിൽ. അതിന് ശേഷം ഞാൻ പോയി മണിച്ചേട്ടൻ്റെ പാടി വീട് മണിച്ചേട്ടനായിരുന്നു പണ്ട് പത്രം വായിച്ചൊരു കട, അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന സാധനം ഒരു ദിവസം മൊത്തം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പോഴും എനിക്ക് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മണിച്ചേട്ടൻ ഇപ്പോഴും ജീവനാണ്. ഞാൻ മണിച്ചേട്ടനിലൂടെ ജീവിക്കുന്നവർ. എന്താ പറയുക, നാടൻ പാട്ടായിക്കോട്ടെ, വണ്ടിയിലാണെങ്കിലും എൻ്റെ വണ്ടീൻ്റെ കീച്ചേരം വരെ ഞാൻ അവിടെ പോയി ചാലക്കുടി പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അതാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. മണിച്ചേട്ടനാണ് ആരവും ആരാധനയും എല്ലാം കൊണ്ടും മാത്രമാണ്. വലിയൊരു പൈസയൊക്കെ പറഞ്ഞൊരു ടാറ്റു സെൻറ്ററിൽ പോയിട്ട് ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ കാര്യങ്ങളും ഈ ആരാധനേൻ്റെ ഇതൊക്കെ പറഞ്ഞ ഇഷ്ടം കൊണ്ട് പറഞ്ഞ മൂപ്പര് ചെറിയ പൈസയ്ക്ക് എൻ്റെ കയ്യിൽ എനിക്കൊരു ടാറ്റു ചെയ്തിട്ടുണ്ട് മണിച്ചേട്ടൻ്റെ. അതൊക്കെ എല്ലാവരും അവരവരുടെ കുടുംബക്കാരും വീട്ടുകാരെയും അമ്മേൻ്റെയും അച്ഛനെ അടിക്കുമ്പോൾ ഞാൻ അടിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കലാകാരൻ എന്ന് അറിയപ്പെടുന്ന മണിച്ചേട്ടൻ്റെ ടാറ്റുവാണ് ഞാൻ എൻ്റെ കൈ ചെയ്തിരിക്കുന്നത്. ചാലക്കുടി പോകാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും പോകണം. ഓരോ വിശേഷ എന്താ പറയുക, മണിച്ചേട്ടൻ്റെ പിറന്നാളിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ജനുവരി 1 മണിച്ചേട്ടൻ്റെ പിറന്നാൾ. അതുപോലെ ഇനി എനിക്കൊരു പോകാനുള്ള ആഗ്രഹം എന്നാൽ ഇനി മണിച്ചേട്ടൻ്റെ ഒരു വർഷം കഴിയുന്ന ഓരോ ടൈമുണ്ടല്ലോ, ഒരു വർഷത്തിൽ എനിക്ക് അവിടെ പോയി കുറേ കലാകാരന്മാർ വരുന്ന പരിപാടിയാണ്. അവിടെ അതിനൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ എനിക്ക് അതിന് പോകണം. ഇപ്പോഴും മണിച്ചേട്ടൻ ഞങ്ങളുടെ ഉള്ളിലൂടെ ജീവിക്കണം. ഒരിക്കലും മരണമില്ലാത്തൊരു കലാകാരനാണ് മണിച്ചേട്ടൻ. മണിച്ചേട്ടന് വേണ്ടി 2 വരികൾ. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഇന്നു നിൻ്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഇന്നു നിൻ്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി. മണിച്ചേട്ടൻ്റെ അവസാനമായിട്ട് നമ്മളെല്ലാവരും കേട്ട് മായാത്തൊരു പാട്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മറ്റൊരു നാടൻ പാട്ടിലേക്ക് നമുക്ക് പോവാം. പൊന്നുമല വരത്തമ്മേ കല്ലടിക്കോടന്നിറങ്ങ്, പൊന്നുമല വരത്തമ്മേ കല്ലടിക്കോടന്നിറങ്ങ്, 5000 കല്ലുരുട്ടി ആടിപ്പണതോരമ്മ, 5000 കല്ലുരുട്ടി ആടിപ്പണതോരമ്മ, പൊന്നുമല വരത്തമ്മേ കല്ലടിക്കോടന്നിറങ്ങ്, പൊന്നുമല വരത്തമ്മേ കല്ലടിക്കോടന്നിറങ്ങ്. ചെമ്പട്ട് ചുറ്റിയ ചേല ആടിയുറങ്ങുന്ന നേരം, ചെമ്പട്ട് ചുറ്റിയ ചേലിൽ അമ്മ ആടിയുറങ്ങുന്ന നേരം, പൊന്നുമല വരത്തമ്മേ കല്ലടിക്കോടന്നിറങ്ങ്, പൊന്നുമല വരത്തമ്മേ കല്ലടിക്കോടന്നിറങ്ങ്, പൊന്നുമല വരത്തമ്മേ കല്ലടിക്കോടന്നിറങ്ങ്, 5000 കല്ലുരുട്ടി ആടിപ്പണതോരമ്മ, 5000 കല്ലുരുട്ടി ആടിപ്പണതോരമ്മ, പൊന്നുമല വരത്തമ്മേ കല്ലടിക്കോടന്നിറങ്ങ്, പൊന്നുമല വരത്തമ്മേ കല്ലടിക്കോടന്നിറങ്ങ്. വടക്കു നിന്നും വന്നവളെ വാടാമല്ലി ചൂടിയോളെ, കൊടുങ്ങല്ലൂരമ്മേ തായേ ദേവി, കൊടുങ്ങല്ലൂരമ്മേ തായേ.
വടക്കും നിന്നും വന്നവളെ വാടാമല്ലി ചൂടോളെ കൊടുങ്ങല്ലൂരമ്മേ തായേ ദേവി കൊടുങ്ങല്ലൂരമ്മേ തായേ. അരയാലിൻ നില പറിച്ച് പന്തൽ ചമച്ചിടാം, ആരാരും കാണാതെ നേർച്ച നൽകിയിടാം. അരയാലിൻ നില പറിച്ച് പന്തൽ ചമച്ചിടാം, ആരാരും കാണാതെ നേർച്ച നൽകിയിടാം. വടക്കും നിന്നും വന്നവളെ വാടാമല്ലി ചൂടോളെ കൊടുങ്ങല്ലൂരമ്മേ തായേ ദേവി കൊടുങ്ങല്ലൂരമ്മേ തായേ. അരമണി നിൻ തിരുനടയിൽ തുള്ളിടും നേരം ആത്മാവിൻ ശരണമോടെ ഉൾത്തുടി പാടി. അരമണി നിൻ തിരുനടയിൽ തുള്ളിടും നേരം ആത്മാവിൻ ശരണമോടെ ഉൾത്തുടി പാടി. വടക്കും നിന്നും വന്നവളെ വാടാമല്ലി ചൂടോളെ കൊടുങ്ങല്ലൂരമ്മേ തായേ ദേവി കൊടുങ്ങല്ലൂരമ്മേ തായേ. മേലെ പടിഞ്ഞാറ് സൂര്യൻ താഴെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തട്ടിക്കളിച്ചൊരു പൊൻസൂര്യൻ. തെല്ലുത്തൊക്കെ പുറത്ത് മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങിയല്ലോ, തെല്ലുത്തൊക്കെ പുറത്ത് മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങിയല്ലോ.